ആരാധനയ്ക്കായി നമുക്ക് പ്രവേശിക്കാം. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി തീരുന്നു. ദിവ്യകാരുണ്യമേ ദൈവമേ, ദിവ്യകാരുണ്യമേ സ്നേഹമേ, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ ജപമാല നമുക്ക് ആരംഭിക്കാം. പ്രാരംഭ പ്രാർത്ഥന. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, നിത്യപാപികളുമായ ഞങ്ങൾ നിശ്ചയമായ പ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങേ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവവിശ്വാസം എന്നത് പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവശരണമെന്നത് പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവസ്നേഹമെന്നത് പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോട് കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയുടെ പാപങ്ങൾ പൊറുക്കണമേ, നിരീക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഷെക്കിന ടെലിവിഷനോട് കരുണയുള്ള രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധമായ ഒന്നാം രഹസ്യം നമ്മൾ കാഴ്ചവെക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ പൂങ്കാവനത്തിൽ വെച്ച് നമ്മുടെ തുടർച്ചയായ പാവങ്ങളെ വിഷുകൊണ്ട് അനുഭവിച്ച കഠിനവേദനയും നമുക്ക് വേണ്ടി രക്തം ചിന്തിനെ പറ്റി നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ ഗെത്സമേൻ തോട്ടത്തിൽ രക്തം പൊട്ടിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ രഹസ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ സഭയെ, പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ, സകല വൈദികർ, 135 കോടി കത്തോലിക്കരെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പരിശുദ്ധ സഭയെ സമർപ്പിക്കുന്നു. ആദിമ സഭയിലെ എന്നതുപോലെ ശക്തരായ ശുശ്രൂഷകർ, അത്ഭുത പ്രവർത്തകർ, മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്ന ശുശ്രൂഷകരെ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയെ അമ്മ വാർത്തെടുക്കണമേ. അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് ഈ രഹസ്യം കാഴ്ചവെക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങേ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്തി. കർത്താവ് അങ്ങയോടുകൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ. അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ. അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ. അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ. അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, പാപങ്ങൾ പൊറുക്കണമേ. നരകാഗ്നി രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധമായ രണ്ടാം രഹസ്യം, നമ്മുടെ കർത്താവ് യേശു മിശിഹ കൽത്തോൺമേൽ കെട്ടപ്പെട്ട് ചമ്മട്ടുകൾ അടിച്ചപ്പോൾ അടിയേറ്റപ്പോൾ അനുഭവിച്ച പാടുപെട്ടുകളെ പറ്റി നമ്മൾ ധ്യാനിക്കുകയാണ്. ഈ രഹസ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പലതര ബന്ധനങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങൾ, അനേക കുടുംബങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ബന്ധനങ്ങളും മാറ്റുവാൻ വേണ്ടിയാണ് കർത്താവ് ചമ്മട്ടി അടിയേറ്റ് ബന്ധനത്തിൽ കഴിഞ്ഞത്. എല്ലാ ബന്ധനങ്ങളും നമ്മളിൽ നിന്ന് മാറിപ്പോകുവാൻ അനേക കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം. സ്നേഹരാഹിത്യത്തിൽ കഴിയുന്ന കുടുംബങ്ങൾ, വിവാഹമോചനത്തിൽ വക്കിൽ നിൽക്കുന്ന കുടുംബങ്ങൾ, കുടുംബ സമാധാനങ്ങളില്ലാത്ത അവസ്ഥകൾ, ദൈവത്തിൻ്റെ നാട്ടിൽ നിന്ന് നടക്കുന്ന സ്നേഹവിരുദ്ധമായ പ്രവൃത്തികൾ, ഇവയെല്ലാം പരിശുദ്ധമായ ഈ രഹസ്യത്തോട് കാഴ്ചവെച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എല്ലാ കുടുംബങ്ങളെയും, ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങൾ, ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങൾ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഇവയെല്ലാം നമുക്ക് ഒരു നിമിഷം അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കാം. നമുക്കൊന്ന് ഏറ്റു പറയാം. പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഞങ്ങളിതാ സമർപ്പിക്കുന്നു. സകല കുടുംബങ്ങളെയും, സകല കുടുംബങ്ങളെയും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഞങ്ങളിതാ സമർപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങേ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ.
അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകം മുഴുവന്റെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ ആവേ പിടിച്ചുകൊണ്ട് ആവേ മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധമായ മൂന്നാം രഹസ്യം, ശിരസിൽ മുൾക്കിരീടം ധരിക്കുന്നു. നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ച ഈശോയുടെ ശിരസിനെ നമുക്ക് കാണാം. നമുക്കൊന്ന് ഏറ്റുപറയാം, ലോകത്തിലെ എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ ഈശോയുടെ തിരുശിരസിൽ നിന്നൊഴുകുന്ന തിരിച്ചോര തുള്ളികളാൽ എല്ലാ മക്കളെയും കഴുകുവാൻ നമുക്കൊന്ന് ഏറ്റുപറയാം.
ദൈവിക ജ്ഞാനത്തിൻ്റെ ആലയവും ദൈവിക ജ്ഞാനത്തിന്റെ ആലയവും ദൈവിക അറിവിന്റെ കൂടാരവും ദൈവിക അറിവിന്റെ കൂടാരവും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും തേജസ്സുമായ ഈശോ മിശിഹായുടെ തിരുശിരസിൽ നിന്നൊഴുകുന്ന അമൂല്യ തിരുരക്തമേ സകല പാപികളെയും അങ്ങ് വീണ്ടെടുക്കണമേ, മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. പരിശുദ്ധമായ മൂന്നാം രഹസ്യത്തോട് ചേർത്ത് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയുടെ മുൾമുടിയിൽ നിന്നൊഴുകുന്ന തിരുശോരത്തുള്ളികൾ കുരിശിൻ്റെ താഴെയിരുന്ന് കണ്ടവളാണ് അമ്മ. അമ്മയുടെ കരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഈ ഭാരതത്തിലെ ലൈവ് ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്ന ക്രിസ്ത്യൻ ഏക ചാനലാണ് ഷക്കീന ടെലിവിഷൻ. ക്രൈസ്തവ ചാനലായ ഈ ചാനലിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഇതിൻ്റെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയെ, സന്തോഷ് പുത്രനെയും ടീം അംഗങ്ങളെല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ രാത്രിയിൽ അനേക ആത്മാക്കളെ നേടിയെടുക്കുവാൻ ഈ ചാനലിന് കഴിയുന്നുണ്ടല്ലോ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയോട് വിമല ഹൃദയത്തോട് ഞങ്ങൾ ഈ മൂന്നാം രഹസ്യം കാഴ്ചവെക്കുമ്പോൾ ഹോസ്പിറ്റലിലെ IC യൂണിറ്റിൽ കിടക്കുന്നവർ, കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സഹോദരങ്ങൾ, അവരെയെല്ലാം സമർപ്പിക്കുന്നു. ഇനിയും ഇങ്ങനൊരു ഉരുൾപൊട്ടലോ പ്രകൃതിക്ഷോഭം മൂലം ഞങ്ങളുടെ മക്കൾ ആരും നഷ്ടപ്പെട്ടു പോകുവാൻ പരിശുദ്ധ അമ്മയെ അനുവദിക്കരുത്. വരും ദിവസങ്ങളിലൊക്കെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുവെങ്കിലും അവയെല്ലാം അമ്മ തടഞ്ഞു നിർത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മയെ മാതാവേ, അമ്മയുടെ കരങ്ങൾക്ക് അതിന് ശക്തിയുണ്ട്. പരിശുദ്ധമായ മൂന്നാം രഹസ്യം, പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കുവാനും ഈ ചാനലിൻ്റെ തുടർന്നുള്ള ആത്മീയ ശുശ്രൂഷകൾ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് എല്ലാ മക്കളും, ഭവനങ്ങളിലിരിക്കുന്ന ഓരോ മക്കളും ദൈവികമായ ഈ ചാനലിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയും ഇനിയും ഒരു പ്രകൃതിക്ഷോഭത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, മക്കൾ ആരും മരിച്ചു പോകുവാൻ ഇടയാകാതിരിക്കുവാൻ, ഉരുൾപൊട്ടലിൽ നിന്നല്ല പരിശുദ്ധ അമ്മ കാത്തുകൊള്ളണമേ എന്ന് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പരിശുദ്ധമായ ഈ ജപമാല നമുക്ക് കാഴ്ചവെക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങേ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങേ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങേ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ ചാനലിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സർവ്വജനങ്ങളുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ, പ്രത്യേകിച്ച് നാലാം രഹസ്യം കാഴ്ചവെക്കുമ്പോൾ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ രഹസ്യം കാഴ്ചവെക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈശോമിശിഹാ ഭാര്യമേറിയ കുരിശ് വഹിച്ചുകൊണ്ട് ഗൂഗിൾ തായിലേക്ക് പോവുകയാണ്. ഈശോയുടെ തിരുമുറിവുകളിൽ ഏറ്റവും വലിയ മുറിവാണ് തിരുത്തോളിലുള്ള മുറിവ്. വിശുദ്ധ ബർണാദിനോട് വെളിപ്പെടുത്തി. ഈ മുറിവ് വിശുദ്ധ ബർണാദിനോട് വെളിപ്പെടുത്തിയതിനു ശേഷം ഇപ്രകാരം പറഞ്ഞു: പാപികൾക്ക് വേണ്ടിയുള്ള മുറിവാണിത്. ഇന്ന് ലോകമാസകലമുള്ള പാപ സാഹചര്യങ്ങൾ, സ്വവർഗരതി, ഗർഭഛിദ്രം, അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന രാജ്യങ്ങൾ, ഇവയെല്ലാം ഈശോയുടെ തിരുത്തോളിലെ മുറിവിനോട് ചേർത്ത് വെക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാം. പരിശുദ്ധ അമ്മേ, അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, വിശുദ്ധിയോടുകൂടെ 10 മക്കൾ പ്രാർത്ഥിച്ചാൽ ഈ ലോകത്തെ എനിക്ക് നവീകരിക്കാൻ സാധിക്കുമെന്ന്. ഞങ്ങളിതാ വിശുദ്ധിയോടുകൂടെ ഈ ലോകത്തിൻ്റെ നവീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു,
അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇന്ന് അത്ഭുതം നടത്തുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ അഞ്ചാം രഹസ്യം നമ്മൾ കാഴ്ചവെക്കുകയാണ്. പരിശുദ്ധമായ അഞ്ചാം രഹസ്യം ഈശോ മൂന്നാണികളാൽ ക്രൂശിതനാകുന്ന ഈ രഹസ്യത്തോട് ചേർക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അഞ്ചാമത്തെ വ്യാകുലത്തെ കൂടെ നമ്മൾ ചിന്തിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ അഞ്ചാമത്തെ വ്യാകുലമാണ് ഇതാ കുരിശിൻ്റെ താഴെ നിൽക്കുന്ന അമ്മ. സ്വന്തം പുത്രൻ്റെ കുരിശു മരണത്തിൻ്റെ ദൃക്സാക്ഷിയായി നിൽക്കുന്ന അമ്മയുടെ സഹനങ്ങൾ, വേദനകൾ, എല്ലാ സഹനങ്ങളെയും വേദനകളെയും നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. അനേക രോഗികൾ, അനേക കടബാധ്യത അനുഭവിക്കുന്ന മക്കൾ ഒക്കെ ഈ സമയത്ത് ഈ ജപമാലയിൽ പങ്കെടുക്കുന്നു. പലതവണ IELTS പരീക്ഷ എഴുതിയിട്ട് വിജയിക്കാത്ത മക്കൾ ഈ ജപമാലയിൽ പങ്കെടുക്കുന്നതായി പരിശുദ്ധ അമ്മ കാണിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ അഞ്ചാമത്തെ വ്യാകുലമായിരിക്കുന്ന അഞ്ചാം രഹസ്യം, കുരിശിൻ്റെ താഴെ എല്ലാ സഹനങ്ങൾക്കും ഇതാ നിൻ്റെ അമ്മ. നിനക്കൊരു സഹനം വരുമ്പോൾ, നിനക്കൊരു വേദന വരുമ്പോൾ,
നിനക്കൊരു നൊമ്പരം വരുമ്പോൾ നിൻ്റെ അമ്മ ഇതാ നിൻ്റെ കൂടെയുണ്ട്. ഓരോ മക്കളും അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ 5ാമത്തെ വ്യാകുലവും 5ാം രഹസ്യവും സമർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, ഒരുപാട് വേദനിക്കുന്ന മക്കളെ ഞങ്ങൾ കാണുന്നു. അവരുടെ വേദനകൾ ഈ രാത്രിയിൽ അമ്മ ഏറ്റെടുക്കണമേ. ഈ രാത്രിയിൽ അങ്ങ് ഏറ്റെടുക്കണമേ. കടബാധ്യതയിൽ ആത്മഹത്യയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന മക്കളെ ഇതാ കാണിക്കുന്നു. അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങേ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങ് ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റെടുത്ത രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇന്ന് അത്ഭുതം നടത്തുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ യൂസേപ്പേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ,
മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങൾ വലിയ പാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ജപമാല പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോട് കൂടെ ഒന്നായിട്ട് ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തെങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സംഗീതത്തിലൂടെ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗീയ സ്നേഹത്തിൻ മുത്തുകൾ കോർത്തൊരു ജപമാല ചൊല്ലി ഞാൻ കീണിടുമ്പോൾ, സ്വർഗീയ സ്നേഹത്തിൻ മുത്തുകൾ കോർത്തൊരു ജപമാല ചൊല്ലി ഞാൻ കീണിടുമ്പോൾ, അമ്മേ എൻ്റെ അമ്മേ ചാരേ നീ വരുമോ, ചെമ്മേയൊരു മുത്തം എനിക്കായി നീ തരുമോ, അമ്മേ എൻ്റെ അമ്മേ ചാരേ നീ വരുമോ, ചെമ്മേയൊരു മുത്തം എനിക്കായി നീ തരുമോ, കളിയായൻ കവിളിൽ ഒന്നു തലോടുമോ, കളിവാക്കൂതി കൂടെ നീ വരുമോ, കളിയായൻ കവിളിൽ ഒന്നു തലോടുമോ, കളിവാക്കൂതി കൂടെ നീ വരുമോ, സ്വർഗീയ സ്നേഹത്തിൻ മുത്തുകൾ കോർത്തൊരു ജപമാല ചൊല്ലി ഞാൻ കീണിടുമ്പോ. കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് ദൈവനാമം മഹത്വപ്പെടുത്താം. ദൈവത്തെ നമുക്ക് തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ നന്ദി, 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 നന്ദി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. മഹത്വപ്പെടുത്തുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരു കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് സർവാധി ശക്തനായ ദൈവത്തെ, സർവാധിപനാം ദൈവത്തെ നമുക്ക് കരങ്ങളടിച്ച് പാടാം. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ, അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി കതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാലത്തിന്റെ പ്രവാചകയായിരിക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് അനേക ആത്മാക്കളെ നേടിയെടുക്കുവാൻ നമുക്ക് ഒന്നു ചേർന്ന് പാടാം. ഭവനങ്ങളിലായിരിക്കുന്നവര് കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തിക്കൊണ്ട്
അന്ത്യകാലത്തിന്റെ പ്രവാചകയായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും പാടാം. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. സന്തോഷത്തോടെ ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നെ നിറയ്ക്കണമേ. സീനായ് മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നെ നിറയ്ക്കണമേ. ശക്തിയോടെ പാടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. അഭിഷേകത്തോടെ യേശുവേ, യേശുവേ, യേശുവേ. ഓരോ ഭവനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. അഭിഷേകത്തിന്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഒരിക്കൽ കൂടി പറയാം. തീ പോലെ ഇറങ്ങണമേ, ആഗ്രഹത്തോട് പറഞ്ഞേ. ആത്മനദിയായി ഒഴുകണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഒഴുകണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ, ആത്മനദിയായി ഒഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ഭവനങ്ങളിൽ ഇരിക്കുന്നവര് അവരായിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഇപ്രകാരം ഏറ്റുപറയാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ക്രിസ്തു രഹസ്യം ക്രിസ്തു രഹസ്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ദൈവസ്നേഹം കൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ദൈവവചനം കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. പരസ്പരം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധ സഭ പരിശുദ്ധ അമ്മയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? 3 കാരണങ്ങളാണ്. അവളുടെ രക്ഷാകര ദൗത്യത്തിൽ അവൾ ദൈവത്തോട് ചേർന്നിരുന്നു. പരിശുദ്ധ അമ്മ രക്ഷാകര ദൗത്യത്തിൽ ദൈവത്തോട് ചേർന്നിരുന്നു.
2, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം. ഈ പെസഹ രഹസ്യത്തിൽ അവൾ ഈശോയോട് ചേർന്നിരുന്നു. 3, പെന്തക്കോസ്തി നാളിൽ ശിഷ്യന്മാരോടൊപ്പം ചേർന്നിരുന്നു. ഈ 3 കാരണങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ സഭ ഇത്രമാത്രം പരിശുദ്ധ അമ്മയ്ക്കുള്ള പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. 1, രക്ഷാകര ദൗത്യത്തിൽ അവൾ ദൈവത്തോട് ചേർന്നിരുന്നു. രക്ഷാകര ദൗത്യത്തിൽ അവൾ ദൈവത്തോട് നോ പറഞ്ഞില്ല. രക്ഷാകര ദൗത്യത്തിൽ അവൾ ദൈവത്തോട് ചേർന്നിരുന്നത് കൊണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവൾ കേട്ടത് കൊണ്ട് അവൾ എന്ത് പറഞ്ഞാലും ദൈവം കേൾക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അവൾ ദൈവത്തോട് ചേർന്നിരുന്നത് കൊണ്ട് അവൾ എന്ത് പറഞ്ഞാലും ദൈവം കേൾക്കും. യാതൊരു സംശയം വേണ്ട. ദൈവം പറഞ്ഞതനുസരിച്ചത് കൊണ്ട് അവൾ എന്തു പറഞ്ഞാലും ദൈവം കേൾക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ദൈവം ഇത്രമാത്രം വലിയവളാക്കി തീർത്തത്. പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനം ഇവിടെ യഥാർത്ഥ മരിയ ഭക്തിയിൽ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ 23-ാമത്തെ ഖണ്ഡിക. അതിങ്ങനെയാണ് പറയുന്നത്: പിതാവായ ദൈവം വെള്ളത്തെ മുഴുവനും ഒരുമിച്ച് കൂട്ടി അതിനെ കടലെന്ന് പേരിട്ടു. ശ്രദ്ധിച്ചേ നിങ്ങൾ, പിതാവായ ദൈവം വെള്ളത്തെ മുഴുവനും ഒരുമിച്ച് കൂട്ടി അതിന് കടൽ എന്ന് പേരിട്ടു. അതുപോലെ അവിടുന്ന് തൻ്റെ കൃപാവരം മുഴുവനും സമാഹരിച്ച് അതിന് മറിയം എന്ന് പേര് വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് പേര് വിളിച്ചു? മറിയം. കൃപാവരം മൊത്തം അവളിലാണ്. നിനക്ക് കൃപ വേണോ? പരിശുദ്ധ അമ്മയിലേക്ക് പോകണം. പരിശുദ്ധ അമ്മ ആരാണ്? രക്ഷാകര ദൗത്യത്തിൽ ദൈവത്തോട് അവൾ ചേർന്നിരുന്നത് കൊണ്ട് അവൾ കർത്താവിൻ്റെ പേടകമാണ്. നമ്മൾ സാമുവേലിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 11ഉം 12ഉം വചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം കർത്താവിൻ്റെ പേടകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ കർത്താവിൻ്റെ പേടകം എന്ന് പറയുന്നത് ഇസ്രായേൽ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം. ഈ കർത്താവിൻ്റെ പേടകത്തിൽ അല്ലെങ്കിൽ ഈ വാഗ്ദാന പേടകത്തിൽ 3 കാര്യങ്ങളാണുള്ളത്. 1, 10 കൽപ്പനകൾ അടങ്ങിയ 2 കൽഫലകങ്ങൾ. 2, മന്ന നിറച്ച സ്വർണ്ണ കലശം. 3, അഹ്റോന്റെ തളുത്ത വടി. അപ്പൊ ഈ പ്രതീകങ്ങളായിരിക്കുന്ന ഈ കർത്താവിൻ്റെ പേടകമെന്ന് ഇസ്രായേൽ ജനം വിളിച്ചിരിക്കുന്ന ഈ പേടകത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ടാണ് അവിടെ കണ്ടിരുന്നത്. എങ്കിൽ പരിശുദ്ധ അമ്മ രക്ഷാകര ദൗത്യത്തിൽ പങ്കുചേർന്ന നിമിഷം തൊട്ട് അവൾ പുതിയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ ഇസ്രായേലിൻ്റെ പേടകമായി, കർത്താവിൻ്റെ പേടകമായി അവൾ മാറി. അതിനെ ഞാനൊന്ന് വിശദീകരിച്ച് പറയാം. 10 കൽപ്പനകൾ അടങ്ങിയ 2 കൽഫലകങ്ങൾ എന്താണ്? വചനമാകുന്ന ക്രിസ്തുവാണ്. ഒന്ന് ശ്രദ്ധിക്കണേ. 10 കൽപ്പനകൾ അടങ്ങുന്ന 2 കൽഫലകങ്ങൾ വചനമാകുന്ന ക്രിസ്തുവാണ്. 2, മന്ന നിറച്ച സ്വർണ്ണക്കലശം നിത്യജീവന്റെ അപ്പമായ ക്രിസ്തുവാണ്. അഹ്റോന്റെ തളുത്ത വടി നിത്യപുരോഹിതനായ ക്രിസ്തുവാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഇവൾ പറഞ്ഞ നിമിഷം തൊട്ട് ഇവൾ കർത്താവിൻ്റെ പേടകമായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷം തൊട്ട് അവൾ ആരായി തീർന്നു? അവൾ കർത്താവിൻ്റെ പേടകമായി മാറുകയാണ്. അതുകൊണ്ടാണ് ഈ അന്ത്യകാലത്തിൽ ഈ പേടകത്തെ സമീപിക്കുക അല്ലെങ്കിൽ ഈ പേടകത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിക്ക് മാത്രമേ രക്ഷയുള്ളൂ.
മറിയം കൂടാതെ നിനക്കൊരു രക്ഷയില്ല. യഥാർത്ഥ മരിയഭക്തിയിൽ വളരെ വിശുദ്ധമായി വിശുദ്ധ ലൂയിസ് ഡി ബോൺഫോർട്ട് പറയാണ്, മറിയത്തെ കൂടാതെ നിനക്ക് രക്ഷയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പഴയ നിയമ കാലത്തെ 2 സാമുവേൽ 6-ാം അധ്യായം അതിൻ്റെ 10-ാം വചനത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. അതിൻ്റെ 11-ാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവിൻ്റെ പേടകം അവിടെ 3 മാസം ഇരുന്നു. കർത്താവ് ഓബദേദോമിൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. കർത്താവിൻ്റെ പേടകം എത്ര മാസം ഇരുന്നു? 3 മാസം. നിങ്ങൾ ഈ 3 മാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ കർത്താവിൻ്റെ പേടകം 3 മാസം ഒരിടത്ത് ഇരുന്നു. എവിടെ അത്? എലിസബത്തിൻ്റെ ഭവനത്തിൽ, എലിസബത്തിനെ ശുശ്രൂഷിക്കാനായിട്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഈ കർത്താവിൻ്റെ പേടകത്തിൽ ഇരുന്ന ഓബദേദോമിൻ്റെ കുടുംബത്തിലെ എന്ത് സംഭവിച്ചെന്ന് അതിൻ്റെ 12-ാം വചനം പറയുകയാണ്. ദൈവത്തിൻ്റെ പേടകം നിമിത്തം കർത്താവ് ഓബദേദോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ പേടകം നിമിത്തം ഓബദേദോമിൻ്റെയും അവനുള്ള സകലത്തെയും ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ പ്രിയ സഹോദരങ്ങളെ, അത് ഒരു പ്രതീകമാണെങ്കിൽ ഇതാ പരിശുദ്ധ അമ്മ ജീവിക്കുന്ന, ദൈവത്തിൻ്റെ ജീവിക്കുന്ന ആ മാതാവ്, അവൾ എൻ്റെ ഭവനത്തിലുണ്ടെങ്കിൽ എനിക്കും എൻ്റെ സകലത്തെയും അനുഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് എനിക്കുള്ളത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷം തൊട്ട് അവൾ കർത്താവിൻ്റെ പേടകമായി മാറുകയാണ്. ഈ പേടകത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിക്ക് മാത്രമേ രക്ഷയുള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, ഈ പേടകം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 1:39. ആ ദിവസങ്ങൾ മറിയം തിടുക്കത്തിൽ മംഗളവാർത്ത സ്വീകരിച്ചതിന് ശേഷം നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന് ഇത് 6-ാം മാസമാണെന്ന് പറഞ്ഞപ്പോൾ അവൾ തിടുക്കത്തിൽ ഇതാ എലിസബത്തിൻ്റെ യൂദാ ഭവനത്തിലേക്ക്, മലനാട്ടിലേക്ക് പോവുകയാണ്. 94 കിലോമീറ്റർ ദൂരം അമ്മ നഗ്നപാതയായി നടന്നു പോവുകയാണ്. കണ്ടോ, പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഇന്ന് ആധുനിക കാലഘട്ടത്തിന് സഭാമക്കൾക്ക് ഈ തിടുക്കമില്ല. പരിശുദ്ധ അമ്മ ഈ ജപമാല നമ്മൾ ചൊല്ലുമ്പോൾ അമ്മയെ പോലെ നമ്മൾ ആയിത്തീരണം. അമ്മയുടെ സ്വഭാവം നമുക്കുണ്ടാകണം. ഈ തിടുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്താണ് ഈ തിടുക്കം? തിടുക്കം ഒരു ആവേശമാണ്. ഞാൻ അറിഞ്ഞ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ആവേശം. തിടുക്കം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ കുറിച്ചുള്ള ആഴമായ ബോധ്യമാണ്. വചനത്തെക്കുറിച്ചുള്ള ആഴമായ ബോധ്യമുള്ള അമ്മ. തിടുക്കമെന്ന് പറഞ്ഞാൽ മൂന്നാമതായി തിടുക്കം ഒരു ആനന്ദമാണ്. ആവേശം, ബോധ്യം, ആനന്ദം. എന്നിട്ട് യൂദായിലെ മലമ്പ്രദേശത്തേക്ക് പോവുകയാണ്. എന്താണ് മലമ്പ്രദേശം? പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് സുവിശേഷകന്റെ ദൗത്യം. ഈ സാഹചര്യങ്ങളിലേക്ക് നോക്കിയല്ല സുവിശേഷം പ്രസംഗിക്കേണ്ടത്. സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും വചനം കൊടുക്കണം. ഈ കാലഘട്ടത്തിന് വചനത്തിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. ആ വചനം ആദ്യമായി കൊടുത്തവളാണ് അവൾ. അവൾ തിടുക്കത്തിൽ ഒരു യാത്ര പുറപ്പെടുകയാണ്. തിടുക്കത്തിൽ യാത്ര പുറപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവൾ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ്. എന്താണ് ഈ തിടുക്കം? ഞാൻ അനുഭവിച്ച ക്രിസ്തു, അവിടെ ഉദരത്തിലുള്ള ക്രിസ്തു, ആ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോഴുണ്ടായ തിടുക്കം. ഈ തിടുക്കം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട് പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ എലിസബത്തിനെ അഭിവാദനം ചെയ്യുകയാണ്. എലിസബത്തിനെ അഭിവാദനം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എലിസബത്ത് എന്തിൽ നിറഞ്ഞു? അതിന്റെ അർത്ഥം എന്നാ? അമ്മ എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ എവിടെയുണ്ടോ അവിടെ ആരുണ്ട്? ഇടത്തും വലത്തും ഇരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞ്, അമ്മ എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുണ്ടെന്ന് പറഞ്ഞ്, പരസ്പരം ഒന്ന് പറഞ്ഞ്. അമ്മ എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുണ്ട്.
പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അമ്മയെ കൂട്ടുപിടിക്കണം. പ്രിയ സഹോദരങ്ങളെ, എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് പറയുകയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമെന്നുള്ള പ്രാർത്ഥന. ഒന്ന് മാലാഖ പഠിപ്പിച്ച പ്രാർത്ഥനയാണെങ്കിൽ രണ്ടാമത് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാലാഖയുടെ പ്രാർത്ഥനയല്ല, അത് ദൈവപിതാവിൻ്റെ അംബാസഡറായ മാലാഖ ദൈവപിതാവിൻ്റെ ഭാഷയാണ്. ദൈവപിതാവ് പറഞ്ഞ കാര്യമാണ് ഗബ്രിയേൽ മാലാഖ പറയുന്നത്. ദൈവത്തിൻ്റെ സ്വരമാണ്, ദൈവപിതാവിൻ്റെ സ്വരമാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരമാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥന ചൊല്ലണ്ട എന്ന് ആരെങ്കിലും നിങ്ങളെ പഠിപ്പിക്കുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന പാവമാണ്. പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന പാവം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ മാവേലിക്കരയിൽ നിന്ന് തൃശ്ശൂർക്ക് ഇന്ന് രാവിലെ പുറപ്പെടുമ്പോൾ ഞാനിങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, നീ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഈ പ്രകാരം പറയണം, ജപമാല ചൊല്ലുന്നതൊക്കെ വളരെ നല്ലതാണ്, പക്ഷേ നീ ശതാധിപന്റെ വിശ്വാസത്തിലേക്കെങ്കിലും കടന്നു വരണം. അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞു. എന്താണ് ഈ ശതാധിപന്റെ വിശ്വാസം? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 തൊട്ടുള്ള തിരുവചനം, 5 തൊട്ട് 13 വരെയുള്ള തിരുവചന ഭാഗത്തിലെ ശതാധിപന്റെ വിശ്വാസത്തെക്കുറിച്ച് 6 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ജപമാല ചൊല്ലുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് ഇത് ചൊല്ലുന്നതെങ്കിൽ ഈ വിശ്വാസം വേണം. ഞാൻ എടുത്തു നോക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 5-ാം വചനം പറയും, ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിക്കുകയാണ്. എന്താണ് ശതാധിപൻ എന്ന് പറഞ്ഞാൽ? ഒരു 100 പട്ടാളത്തിൻ്റെ അധിപൻ എന്നാണ്. അന്നൊക്കെ ഒരു രാജ്യത്തിന് 1000 പട്ടാളത്തിൽ കൂടുതലൊന്നുമില്ല. അപ്പോൾ ഒരു 100 പട്ടാളത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റാങ്കിൽ ഒരു ബ്രിഗേഡിയർ റാങ്കാണ്. ഈ ബ്രിഗേഡിയർ റാങ്കുള്ള ഉദ്യോഗസ്ഥന് വന്ന് യാചിക്കുകയാണ്. ഒരു വിശ്വാസിക്ക് വേണ്ട ഗുണം എളിമയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ എന്നോട് പറയുകയാണ്, എളിമയില്ലാത്ത പ്രാർത്ഥനകളൊന്നും പ്രാർത്ഥന അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ശതാധിപൻ വന്ന് യാചിക്കുകയാണ്, എളിമ. 2, എൻ്റെ ഭൃത്യൻ. നമ്മൾ പറയുമോ, നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന എൻ്റെ ബംഗാളി അല്ലെങ്കിൽ എൻ്റെ നേപ്പാളി, എൻ്റെ ആൾക്കാർ, എൻ്റെ എന്ന് പറയും. അവൻ്റെ ഈ ശതാധിപൻ്റെ മകനോ മകളോ അവൻ്റെ ബന്ധത്തിലുള്ളവരാരുമല്ല, അവൻ്റെ ഒരു ഭൃത്യനാണ്. 2ാമതായി പരിശുദ്ധ ജപമാല ചൊല്ലുന്ന വ്യക്തിക്ക് വേണ്ട ഗുണം പരസ്നേഹമാണ്. നമുക്ക് വേണ്ടി ഒരിക്കലും ജപമാല ചൊല്ലരുത്. അതെന്താണ്? പരിശുദ്ധ അമ്മ ആ യാത്രാവേളയിൽ എന്നോട് പറയുകയാണ്, ഫിലിപ്പി 3:18, പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നുവെന്ന് കണ്ണുനീരോടുകൂടി ആവർത്തിക്കുന്നു. ആ വചനം എന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കൾ? എന്താണ് കുരിശിൻ്റെ ശത്രുക്കൾ? സങ്കീർത്തനം 17:14, ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്യനിൽ നിന്ന് ദൈവമേ അങ്ങയുടെ കരം എന്നെ രക്ഷിക്കണം. ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്നവരാണ് കുരിശിൻ്റെ ശത്രുക്കൾ. നമ്മുടെ പ്രാർത്ഥനയുടെ ഒട്ടുമിക്ക ഭാഗം എന്നാ? മക്കൾക്ക് IELTS കിട്ടണം, കാനഡയിൽ പോകണം, ലണ്ടനിൽ പോകണം, ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല അത്. പ്രാർത്ഥനയല്ല അത്. ഈ ജീവിതത്തിന് വേണ്ടി പൗലോസ്ലീഹയുടെ ഭാഷയിൽ പറയുവാണെങ്കിൽ ദാവീദ് പറഞ്ഞ അതേ ഭാഗമാണ് പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 15:19 പറയുന്നത്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവർ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണോ താങ്കളുടെ പ്രാർത്ഥന? എങ്കിൽ
ആ പ്രാർത്ഥന വളരെ സ്വീകാര്യമായൊരു പ്രാർത്ഥനയല്ല. കാരണം എല്ലാം ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. അതാണ് കുരിശിൻ്റെ ശത്രുക്കൾ. കുരിശിൻ്റെ ശത്രുക്കളായി നിന്നുകൊണ്ടുള്ളൊരു പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ അൽഫോൻസ് ലിഗോരിയോ പറയുകയാണ്, 10 പേര് വിശുദ്ധിയോട്, നിർമ്മല ഹൃദയത്തോടെ, എളിമയോടെ പ്രാർത്ഥിക്കുവാണെങ്കിൽ ആ പ്രാർത്ഥനയെ ലോകത്തെ പിടിച്ചു നിർത്താൻ സാധിക്കും. പല കാര്യങ്ങളും ആ 10 പേരിൽ കൂടി സാധിക്കുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അതിന് വേണ്ടത് രണ്ടാമത്തെ ഗുണം പരസ്നേഹമാണ്. എൻ്റെ ഭൃത്യൻ, ആ ശതാധിപൻ പറയാണ്, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് വളരെ കഠിന വേദന അനുഭവിക്കുന്നു. കേട്ടോ, ആ വചനം ശ്രദ്ധിച്ചേ. എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് വളരെ കഠിന വേദന അനുഭവിക്കുന്നു. ഓ പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവൻ്റെ വേദന കാണുമ്പോൾ, ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെൻ്റെ വേദനകൾ എൻ്റെ വേദനയാണെന്ന് പറയുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ യഥാർത്ഥ കത്തോലിക്കനാകുന്നത്. ഹല്ലേലൂയ, യഥാർത്ഥ വിശ്വാസിയാകുന്നത്. അപ്പോൾ മറ്റുള്ളവൻ്റെ ദുഃഖം, അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ 2000-ഓളം സ്ഥലങ്ങളിൽ രക്തക്കണ്ണീർ പൊഴിച്ചു. എന്തുകൊണ്ട്? ഓരോ മനുഷ്യൻ്റെ പാവങ്ങളെക്കുറിച്ച് ഓർത്തുള്ള വേദനയാണ് അമ്മയുടെ കണ്ണിൽ നിന്ന് രക്തക്കണ്ണീർ ഒഴുകിയത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ശതാധിപൻ്റെ രണ്ടാമത്തെ മനോഭാവം എന്നാ? പരസ്നേഹം. 3, എൻ്റെ ഭൃത്യൻ കഠിന വേദന അനുഭവിക്കുന്നു. അവരെൻ്റെ വേദന എൻ്റെ വേദനയാണ്. തൊട്ടടുത്തിരിക്കുന്ന നിങ്ങൾ കുടുംബത്തിലിരിക്കുന്ന പരസ്പരം ഒന്ന് പറഞ്ഞ്, അവരെൻ്റെ വേദന എൻ്റെ വേദനയാണ്, മറ്റുള്ളവൻ്റെ വേദന എൻ്റെ വേദനയാണ്. ഈ വേദനയോടുകൂടി ഞാൻ ഈ ജപമാല കയ്യിലെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയൊക്കെ കുരിശിൻ്റെ ശത്രുക്കളായി ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുക. ഈ ജീവിതം എത്ര നാളുണ്ട് പ്രിയരെ? 22-ാം നൂറ്റാണ്ട് 95% ജനങ്ങളും കാണത്തില്ല. കാരണം 22-ാം നൂറ്റാണ്ടിൽ എത്തണമെങ്കിൽ 79 വയസ്സുകൂടെ വേണം. വചനം പറയുന്ന ഏറിയാൽ 80 എന്ന. 80-ന് മുകളിലുള്ളതെല്ലാം ബോണസാണ്. 80 വർഷമെന്ന് പറഞ്ഞാൽ 28,288 ദിവസത്തേ ഉള്ളൂ. 30,000 ദിവസം പോലുമില്ല. ഒരു പുരുഷായുസ് 30,000 ദിവസം പോലുമില്ല. എങ്കിലും നമ്മളൊക്കെ അഹങ്കരിക്കുക. അടുത്ത നൂറ്റാണ്ടിൽ നമ്മൾ ആരും തന്നെ ഇല്ല. ഇന്ന് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് അടുത്ത നൂറ്റാണ്ടിൽ ചെല്ലണമെങ്കിൽ 79 വയസ്സ് വേണം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതം കണ്ടാൽ നമ്മളങ്ങ് കോടിക്കണക്കിന് വർഷം ജീവിക്കുമെന്നുള്ള ആ ചിന്തയിലാണ് പലരുടെയും ധാരണ. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും കൊടുക്കാതെ ഭൗതിക ആഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതം കണ്ട് സന്തോഷിക്കാൻ ദൈവത്തിൻ്റെ പക്കലൊന്നുമില്ല. അനുദപിക്കുന്ന ഒരു പാപിയെ നോക്കിയാണ് സ്വർഗം സന്തോഷിക്കുന്നത്. നമ്മൾ ഈ ബൈബിൾ നോക്കുമ്പോൾ ലാസറിനെ ഉയർപ്പിച്ചതിൽ സ്വർഗം സന്തോഷിച്ചില്ല. ബെത്സയിദ കൊളക്കരയിൽ കിടന്ന രോഗിയെ സൗഖ്യപ്പെടുത്തിയ സ്വർഗം സന്തോഷിച്ചില്ല. നായിലെ വിധവയുടെ മകനെ ഉയർത്തിയതിൽ സ്വർഗം സന്തോഷിച്ചില്ല. പക്ഷേ അനുദപിക്കുന്ന ഒരു പാപിയെ ഓർത്ത് സ്വർഗം സന്തോഷിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ശതാധിപന്റെ 3 ഗുണങ്ങൾ. എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഗുണം, അവൻ എന്തായിരുന്നു അവൻ പറഞ്ഞത്? അവൻ പറയുകയാണ്, ശതാധിപൻ വന്ന് യാചിക്കുകയാണ്. യാചിക്കണമെങ്കിൽ എളിമയുണ്ടാകണം. ഒരു വിശ്വാസിക്ക് എളിമ വേണം. രണ്ടാമത് എന്ത് വേണം? രണ്ടാമത് പരസ്നേഹം വേണം. 3, അപരൻ്റെ വേദന എൻ്റെ വേദനയായിരിക്കണം. അപ്പോൾ യേശു ശതാധിപനോട് പറയാ, ഞാൻ നിൻ്റെ വീട്ടിൽ വരാം. നമ്മുടെ പ്രാർത്ഥനയിൽ കർത്താവ് വരണമെങ്കിൽ ഈ 3 ഗുണങ്ങൾ വേണം. ഈ 3 ഗുണങ്ങളുള്ളവൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരികയുള്ളൂ. അപ്പോൾ ശതാധിപൻ പറയുകയാണ്, 4-ാമത്തെ അവൻ്റെ ഗുണം എന്നാ? കർത്താവേ, അങ്ങൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 5-ാം വചനം പറയുന്ന പോലെ, ദൈവമേ, സ്വന്തമായി ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ല. ഞങ്ങളുടെ യോഗ്യത അങ്ങിൽ നിന്നാണ്. ദൈവത്തിൽ നിന്നുള്ള യോഗ്യത മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങൾക്ക് സ്വന്തമായൊരു യോഗ്യതയുമില്ല. ശതാധിപൻ വാസ്തവത്തിൽ അതുതന്നെയാണ് പറഞ്ഞത്.
കർത്താവെ, അങ്ങ് എൻ്റെ വീട്ടിൽ വരെയുള്ള സ്വന്തം കുറവുകൾ, എൻ്റെ കുറവുകളെക്കുറിച്ച് മനസ്സിലാക്കണം. ഞാൻ പോരായ്മയുള്ളവനാണ്, ഞാൻ കുറവുള്ളവനാണ് എന്നുള്ളൊരു ബോധ്യം ഒരു വിശ്വാസിക്കുണ്ടാകണം. ആ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്, കർത്താവെ, അങ്ങ് എൻ്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യതയില്ല. അങ്ങൊരു വാക്കുച്ചരിച്ച്. അഞ്ചാമതായി, ദൈവം ആരാണെന്ന് അവനറിയാം. വിശ്വാസ പ്രമാണത്തിലെ 12 വിശ്വാസ സത്യങ്ങളും അവനറിയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം എടുത്ത് ഉണ്ടാകട്ടെ 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 എന്ന് പറഞ്ഞപ്പോൾ സർവ്വതും ഉണ്ടാക്കിയ ദൈവം, ആ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ, സർവശക്തനാം ദൈവമെൻ്റെ കൂടെയുള്ളപ്പോൾ സകലവും ഇന്ന് എനിക്ക് സാധ്യമാകുവാൻ എൻ്റെ യേശുവിൻ്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. അസാധ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. കർത്താവ് ഉണ്ടാകട്ടെ 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 എന്ന് പറഞ്ഞപ്പോൾ സകലമൊന്നും ഉണ്ടാക്കിയവനായ ദൈവം, എൻ്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യതയില്ല. ദൈവം ആരാണെന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അവനെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ശതാധിപൻ്റെ 5-ാമത്തെ ആ ഭാഗം കണ്ടില്ലേ? ശതാധിപൻ എന്താ പറഞ്ഞത്? കർത്താവെ, അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മതി, ദൈവം ആരാണ് എന്നവൻ അറിയാം. 6-ാമതായി, അവൻ്റെ വിശ്വാസം കണ്ടിട്ട് ദൈവം ആശ്ചര്യപ്പെട്ടെന്നാണ് പറയും. പ്രിയ സഹോദരങ്ങളെ, ഈ ജപമാലയുടെ 19-ാമത്തെ ദിവസം കടന്നു പോകുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം കണ്ട് ദൈവത്തിന് ആശ്ചര്യം സംഭവിച്ചിട്ടുണ്ടോ? എൻ്റെ വിശ്വാസ ജീവിതം കണ്ട് എൻ്റെ പ്രാർത്ഥനാ ജീവിതം ദൈവത്തെ ആശ്ചര്യപ്പെടുത്തുന്നതാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, രക്ഷാകര ദൗത്യത്തിൽ അവൾ ദൈവത്തോട് ചേർന്നിരുന്നു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് അവൾ വിശ്വസിച്ചു. ഈ വിശ്വാസം എങ്ങനെയുണ്ടായി? അവളുടെ എളിമയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാമ്മ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പലയിടത്തും പറഞ്ഞ്, ലൂർദിലും എല്ലാം, ലൂർദിലെ ഫാത്തിമയിലെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ നോക്കുക. നിങ്ങൾ പരിശുദ്ധ അമ്മയൊന്ന് നോക്കിക്ക്. ചാടിക്കേറിയൊന്നും ജപമാല ചൊല്ലരുത്. നിങ്ങൾ കുറേ നേരം അമ്മയൊന്ന് നോക്കണം. അവളുടെ എളിമ എനിക്കുണ്ടോ? അവളുടെ എളിമ എനിക്കുണ്ടോ? ശ്രദ്ധിക്കണം. അവളെ ഒന്ന് നോക്കണം. അവളെ നോക്കി പഠിക്കണം. ഓരോ ജപമാല മുത്തുകൾ എണ്ണുമ്പോഴും അമ്മയിലേക്ക്, ആ അമ്മയുടെ സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന് പറയുമ്പോൾ കർത്താവ് എന്നോട് കൂടെയും ആവുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടാമതായി, പരിശുദ്ധ അമ്മ പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, ഈ പെസഹ രഹസ്യത്തിൽ ഈശോയോട് ചേർന്നിരുന്നു. സഹനം വന്നപ്പോൾ, വേദന വന്നപ്പോൾ അവൾ ഓടിപ്പോയില്ല. ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ സഹോദരൻ? ഇതിൻ്റെ ഉത്തരമാണ്, നിനക്കൊരു വേദന വരുമ്പോൾ, നിനക്കൊരു ദുഃഖം വരുമ്പോൾ, നിനക്കൊരു കടബാധ്യത വരുമ്പോൾ, നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ എല്ലാവരും ഓടിപ്പോയാലും നിൻ്റെ അമ്മ ഓടിപ്പോകില്ല. എന്തിനാണ് കുരിശിൻ്റെ ചവിട്ടിൽ ഈ അമ്മയെ തന്നത്? എൻ്റെ സഹനങ്ങൾക്കും എൻ്റെ വേദനകൾക്കും എനിക്കൊരമ്മയുണ്ട്. നമ്മുടെ ഒരു കത്തോലിക്കൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നാ? എനിക്കൊരമ്മയുണ്ട്. എൻ്റെ സഹനം വരുമ്പോൾ, എനിക്ക് വേദന വരുമ്പോൾ എന്നെ താങ്ങുന്ന ഒരമ്മ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, ഈ പെസഹ രഹസ്യത്തിൽ അവൾ ദൈവത്തോട് ചേർന്നിരുന്നു. ആരൊക്കെ ഓടിപ്പോയിട്ടും പരിശുദ്ധ അമ്മ ഓടിപ്പോയില്ല. എന്താണ് പരിശുദ്ധ അമ്മയെ കുരിശിന്റെ ചവിട്ടിൽ കൊടുത്തത്? ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞത്. യോഹന്നാന് സഭയുടെ പ്രതിനിധിയാണ്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും സഭയുടെ അമ്മയാണ് ലോകത്തിൻ്റെ അമ്മയായിട്ട് നമുക്ക് തരികയാണ്. എന്തുകൊണ്ട് ഈ അമ്മയെ തന്നു? ലോകത്തിലുള്ള എല്ലാ അമ്മമാരും സ്വാർത്ഥമതികളാണ്. അവർക്ക് അവരുടേതായ സ്വാർത്ഥതകളുണ്ട്.
ഒരേ ഒരു അമ്മയ്ക്ക് മാത്രമേ സ്വാർത്ഥതയില്ലാത്ത അമ്മയുള്ളൂ. ആ അമ്മയൊന്ന് നോക്കിക്കേ, അവൾക്ക് സ്വാർത്ഥതയില്ല. നിന്റെ എല്ലാ വേദനകളിലും നിന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരമ്മ. ഈ അമ്മയോട് ചേർന്ന് നിന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ഇനി ഇവിടെ ഉരുൾപൊട്ടലുണ്ടാകാൻ പരിശുദ്ധ അമ്മ അനുവദിക്കില്ല. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ അനുവദിക്കില്ല. നാളെ പറയുന്ന പോലെ, കാലാവസ്ഥ പറയുന്ന പോലെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കണം മുറുകെ. അതിന് ഞാൻ അനുഭവമാണ്. 102 വേളാങ്കണ്ണി യാത്രകൾ കടയുമ്പോൾ 10ഉം 21 വർഷമായിട്ട് മക്കളില്ലാത്ത ദമ്പതിമാർ ഈ യാത്രയിൽ കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ചങ്കുപൊട്ടി പ്രാർത്ഥിച്ച, അമേരിക്കൻ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച ഒരു കുടുംബം. അമേരിക്കയിൽ 2 പേരും ഡോക്ടേഴ്സ്. അവർ വേളാങ്കണ്ണിയിലെ 5ാമത്തെ ട്രിപ്പിന് വന്നത്. ഇന്ന് 102 ട്രിപ്പ് കഴിഞ്ഞ് 103ാമത്തെ ട്രിപ്പ് ഈ മാസം 24-ാം തീയതി അടുത്ത ഞായറാഴ്ച പോവുക. എല്ലാം ഫുള്ളായി, പറയുന്നതിന് ഫുള്ളാവുക. അതുകൊണ്ട് നവംബർ 10-നൂടെ നമ്മൾ വെച്ചിരിക്കുകയാണ് അടുത്ത ട്രിപ്പ്. കാരണം വരുന്നവർക്ക് ഒരനുഭവമാണ്. പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു. അമ്മ ആരാണെന്ന് മനസ്സിലാക്കി ആ എളിമയോടുകൂടി വേളാങ്കണ്ണി ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ്. 17 മണിക്കൂർ സമയം ഈ യാത്രയിൽ വചനം മാത്രമേ ഉള്ളൂ. 17 മണിക്കൂർ സമയം നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പൊ ഈ യാത്രയിലെ ഈ വചനം മാത്രം കൊടുത്ത് എന്തിനു അധികം പറയുന്നു? കഴിഞ്ഞ ഈ ഉണ്ടക്കയത്ത് അടുത്തുള്ള ഒരു കുടുംബം, പേര് പറയുന്നില്ല, ആ കുടുംബത്തിലൊരു മകള് 8ാം ക്ലാസ്സിൽ വന്ന് അവിടെ തലമുടി മൊത്തം പോയി. പരിശുദ്ധ അമ്മയുടെ അരികിൽ ചെന്ന് പ്രാർത്ഥിച്ച് ഇതാ തലമുടി മൊത്തം കിളിച്ചു വന്നു. വൈദ്യശാസ്ത്രം പറഞ്ഞാൽ തലമുടിയൊക്കെ കിളിച്ചു വരാൻ പാടാണ്. ആ കുഞ്ഞ് വളരെ വിഷമിച്ചു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ശക്തി, എത്രയോ അത്ഭുതങ്ങൾ, ഓരോ നിമിഷവും എത്രയെത്ര അത്ഭുതങ്ങളാണ് അവൾ ചെയ്യുന്നത്. ഈ ജപമാല ആത്മാർത്ഥതയോടുകൂടി ചൊല്ലാൻ തയ്യാറുണ്ടോ? ആ ശതാധിപന്റെ വിശ്വാസത്തോട്, ആ എളിമയോടുകൂടി ചെയ്യാൻ തയ്യാറുണ്ടോ? ആ വിശ്വാസത്തോടുകൂടി ചെയ്യാൻ തയ്യാറുണ്ടോ? ദൈവത്തെ ആശ്ചര്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണ്. 103ാമത്തെ ട്രിപ്പ് നടത്തുമ്പോൾ 5000-ഓളം കുടുംബങ്ങൾ, 320-ഓളം മക്കളില്ലാത്ത ദമ്പതിമാർക്ക് മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ച ഒരമ്മയാണ് ഈ നിൽക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഓരോ മുത്തുമണികളും അത്ഭുതങ്ങളുടെ മുത്തുമണികളാണ്. അണുബോംബിനേക്കാൾ ശക്തിയുള്ള മുത്തുമണികളാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ പറയും ഞാൻ. പരിശുദ്ധനായ മാർപ്പാപ്പ പറയുന്നത് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇനി മൂന്നാമതായിട്ട് അവൾ പെന്തിക്കോസ്തി പരിശുദ്ധ അമ്മ ശിഷ്യന്മാരോടൊപ്പം ചേർന്നിരുന്നു. ഈ ശിഷ്യന്മാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി പരിശുദ്ധാത്മാവ് ആരാണെന്ന് വ്യക്തമായി പരിശുദ്ധ അമ്മയ്ക്കറിയാം. അമ്മയ്ക്കറിയാം ഈ പരിശുദ്ധ ആത്മാവ് ആരാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ ആരാണെന്നുള്ള പൂർണ്ണ ബോധ്യമുള്ള പരിശുദ്ധ അമ്മ അവരെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ പെന്തക്കോസ്തിയിൽ ഭാഷ ഒന്നിച്ച ദിവസമാണ്. പത്രോസിന്റെ ഭാഷ അവിടെ കൂടിയിരിക്കുന്നവർക്കെല്ലാം ആദ്യത്തെ മാർപ്പാപ്പയുടെ ഭാഷ മനസ്സിലായി. പ്രിയ സഹോദരങ്ങളെ, ഇനി ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷകൾ കുടുംബത്തിൽ ഭാര്യയുടെ ഭാഷ ഭർത്താവിന് മനസ്സിലാകുന്നുണ്ടോ? ഭർത്താവിൻ്റെ ഭാഷ ഭാര്യയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്തിനധികം പറയുന്നു, ഇടവക വൈദികൻ്റെ ഭാഷ ഇടവകക്കാർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ പരിശുദ്ധ ജപമാല മാസം നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത് ഈ ഭാഷ ഒന്നിക്കണം, പരസ്പരം ഒന്നാകണം, പരസ്പരം മനസ്സിലാകണം. അത് പരിശുദ്ധാത്മാവ് വേണം, അതിന് അമ്മ നമുക്ക് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശുദ്ധ ഈ ജപമാല ചൊല്ലുന്നത്. പരിശുദ്ധ അമ്മയാണ് ഭാഷ ഒന്നാക്കിയത്. ബാബേൽ ഗോപുരം പണിതപ്പോൾ ഭാഷ ചിതറപ്പെട്ട ഭാഷ ഒന്നാക്കിയ പരിശുദ്ധ അമ്മ നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ കുടുംബത്തിലെ മക്കളുടെ ഭാഷ മാതാപിതാക്കൾക്ക് മനസ്സിലാകും, മാതാപിതാക്കളുടെ ഭാഷ മക്കൾക്ക് മനസ്സിലാക്കും, ഇടവക വൈദികൻ്റെ ഭാഷ ഇടവകക്കാർക്ക് മനസ്സിലാകും, രൂപത മെത്രാൻ്റെ ഭാഷ ആ രൂപതയിലുള്ളവർക്ക് മനസ്സിലാകും. അങ്ങനെ ഒന്നിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ഈ ജപമാല മാസം പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ആയിരിക്കട്ടെ. അമ്മ നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ഹല്ലേലൂയ 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 യേശുവേ യേശുവേ നന്ദി 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 സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു ആരാധിക്കുന്നു ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ യേശുവേ സ്തുതിക്കുന്നു അതിനെ തുറന്ന് സ്തുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 ആരാധന ആരാധന ഹല്ലേലൂയ 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 ആരാധന 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 യേശുവേ ഹല്ലേലൂയ. നിത്യപിതാവേ ആരാധന നിത്യസത്യമേ ആരാധന നിത്യാത്മാവേ ആരാധന നിതാന്ത സ്നേഹമേ ചേർന്ന് പാടാം. നിത്യപിതാവേ ആരാധന നിത്യസത്യമേ ആരാധന നിത്യാത്മാവേ ആരാധന നിതാന്ത സ്നേഹമേ ആരാധന ആരാധന അങ്ങേക്ക് 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 ആരാധിച്ച് പ്രാർത്ഥിച്ച യേശുവേ ആരാധന 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 മഹത്വപ്പെടുന്നു ആരാധിക്കുന്ന യേശുവേ ആരാധിക്കുന്ന യേശുവേ ഹല്ലേലൂയ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്കൊന്ന് ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കാം. ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് കൊടുക്കാം. അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളതാ സാധ്യമേ എല്ലാം സാധ്യമേ എൻ യേശുവൻ കൂടെയുള്ളത് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചേ യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ ഒരു നിമിഷം എല്ലാവരും കർത്താവിലേക്ക് നോക്കുക. ഭവനങ്ങളിൽ ഇരിക്കുന്ന ഓരോ മക്കളും തമ്പുരാനിലേക്ക് നോക്കുക. എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു. ഹാഗാറാണ് ദൈവത്തിനൊരു പേരിട്ടത്. എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാൻ ഇവിടെ വെച്ച് കണ്ടെത്തി. എൽ റോയ് എന്നവൾ വിളിച്ചു. പ്രിയമക്കളെ, നിങ്ങളെ കാണുന്നൊരു ദൈവം ദിവ്യകാരുണ്യമായ അപ്പത്തിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക്, നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇതാ ഇറങ്ങി വരും. ദൈവസന്നിധിയിലേക്ക് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഒന്ന് എടുത്തു പിടിച്ച്, പ്രത്യേകിച്ച് ഈ ഷെക്കീന ചാനലിനെ സമർപ്പിക്കും. ഒരു പരസ്യവുമില്ലാതെ 45 ലക്ഷം രൂപയോളം ഇവിടെ ഒരു മാസം കൊടുക്കുന്നത് ഇതുവരെ നടത്തിയ ദൈവം, അത് പല മക്കളുടെ സഹായമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ ചില മക്കൾക്ക് ഒരു മനസ്സിലൊരു ചിന്ത വരുന്നതായിട്ട് ഈശോ കാണിക്കുന്നു. ഒരു വർഷത്തേക്കൊക്കെയായി കൊടുക്കുവാൻ, അതൊക്കെ വലിയൊരു പങ്കുവയ്ക്കലാണ്. അതാണ് ദൈവസ്നേഹത്തിൻ്റെ വലിയ പൂർത്തീകരണം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുക. ഇന്ന് ലൈവായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക.
എത്രയോ ആത്മാക്കളാണ് ഈ ജപമാലയിൽ വചന ശുശ്രൂഷയിൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്ര പേര് അനുതാപത്തിലേക്ക് കടന്നു വരുന്നു. ഈ രാത്രിയിൽ ദൈവത്തോടൊപ്പം നമ്മുടെ ഭവനങ്ങളിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഈ ചാനലിന് വേണ്ടി, സന്തോഷ് ബ്രദറിന് വേണ്ടി, തൃശ്ശൂർ അതിരൂപതയ്ക്ക് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കാണുന്ന ദൈവം ഇതാ എൻ്റെ അരികിൽ. എല്ലാവരും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആശീർവാദം കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാ കരങ്ങളും ഉയർത്തി സ്തുതിച്ച് പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുധരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, സ്നേഹമേ ആരാധന, യേശുവേ ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സൗഖ്യമായി ഞങ്ങളിൽ നിറയുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.